മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും ഒരുപാട് ബ്രേക്കിംഗ് ന്യൂസുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഡേവിഡ് കറ്റാലയ്ക്കു കീഴിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിൽ വൻ അഴിച്ചുപണികളാണ് വരാൻ പോകുന്നതെന്നും ജീസസ് അടക്കമുള്ള പ്രധാനപ്പെട്ട വിദേശ താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങാൻ പോകുന്നതെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ മിലോസിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിലുള്ള ഭാവിയുമായി ബന്ധപ്പെട്ടും അപ്ഡേഷനുകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കി വരാം. അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സ്ട്രൈക്കറായിട്ടുള്ള ഇഷാൻ പണ്ഡിറ്റ കൂടുതൽ പ്ലേ ടൈം ലഭിക്കുന്നതിനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വിടാൻ ഒരുങ്ങുകയാണെന്നും അദ്ദേഹം മറ്റു ടീമുകളുടെ ഓഫറുകളെല്ലാം സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. ഏതായാലും ഇഷാൻ പണ്ഡിറ്റ ബ്ലാസ്റ്റേഴ്സ് വിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മോണ്ടറിംഗ് ഡിഫൻഡർ ആയിട്ടുള്ള മിലോസ് ടിങ്കിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിൽ നിന്ന് പുറത്തേക്ക് പോകുകയാണെന്നും അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഒട്ടും സംതൃപ്തരല്ല എന്നും അതിനെ തുടർന്ന് മികച്ച റീപ്ലേസ്മെന്റ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. ഏതായാലും മിലോസിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് മികച്ചൊരു മറ്റൊരു ഓപ്ഷൻ കണ്ടെത്തുന്നത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിൽ നിന്ന് ഒരുപാട് വിദേശ താരങ്ങളടക്കം പുറത്തേക്ക് പോകുമെന്ന രീതിയിൽ മാർക്കസ് മർഗുലാവ് മുൻപ് തന്നെ അപ്ഡേഷനുകളായി പുറത്തേക്ക് വിട്ടതാണ്. ഇതിന് പിന്നാലെ ഇപ്പോൾ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് വരാൻ പോകുന്നുണ്ടെന്ന രീതിയിൽ ചെറിയൊരു സൂചന മാർക്കസ് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞു. ഇതിന് പിന്നാലെ ഇപ്പോൾ ഗോളിൻ്റെ മറ്റൊരു റിപ്പോർട്ടും പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളായ കോമി പെപ്രയും മിലോസും ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന കാര്യം ഉറപ്പാണെന്നും എന്നാൽ ഇവർക്കും പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കരാർ അവശേഷിക്കുന്ന ജീസസ് ജുമിനസും ദുസാനും ഇത്തരത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നൊരു കാര്യം സംശയത്തിലാണെന്നാണ് ഗോളിൻ്റെയുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മിലോസും പെപ്രയും ബ്ലാസ്റ്റേഴ്സ് വിടും. ഇത്തരത്തിൽ തന്നെ ജീസസും ദുസാനും ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നൊരു കാര്യം സംശയത്തിലാണെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും കറ്റാലയ്ക്കു കീഴിൽ വൻ അഴിച്ചുപണികൾ ഉണ്ടാകുമെന്ന കാര്യം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയതാണ്. ഏതായാലും ജീസസിനൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.